നമ്മൾ വാളനെ അടിക്കും. ഹൈ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യുന്ന ഫിഷിങ്ങിന് വരുക കേട്ടോ. സ്പോട്ടിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കിട്ടുവാണോ അതോ മെനക്കേടാണോ എന്നറിയാം. കണ്ടത്തിനകത്ത് കൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്പോട്ടിൽ ചെന്നിട്ട് നമുക്ക് എല്ലാം കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കാം കേട്ടോ. ടൂൾസ് എല്ലാം ബാഗിനകത്തിരിക്കുക, അവനെയൊന്നും എടുത്തില്ല. ഇവിടെ വെച്ചെല്ലാം സെറ്റ് ചെയ്തങ്ങ് പോവുക. അങ്ങ് ആ നടുക്ക് അവിടം വരെ പോകണം. കണ്ടോ ആ ചാല് കാണുന്ന ടവറിൻ്റെ അപ്പുറത്തെ ഈ ചാല് ഇങ്ങനെ അങ്ങ് തുടങ്ങി ഇങ്ങനെ അങ്ങ് പോവുക. അവിടം വരെയും ചെല്ലണം. അത്യാവശ്യം വെയിലുണ്ട്, വലിയ കട്ടിയുള്ള വെയിലില്ല. ഇതാ ഞാനെപ്പോഴും കാണിക്കുന്ന മോട്ടോർ തറ. ഇവിടെ ഇരുന്നതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ അങ്ങ് പോവാം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഒരു വാള ഷൂട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കി നിന്ന് ഒരു വാളനെ നമ്മൾ കണ്ട്. നല്ല ലോങ്ങിലാണ് നിൽക്കുന്നത്. സ്ട്രൈക്ക് കിട്ടി. ഊരിപ്പോവില്ലോ എന്ന് അറിഞ്ഞാൽ മതി. ഇനി ഇത്രയും ലോങ്ങിലായതുകൊണ്ട് എവിടെയാണ് അമ്പ് കയറിയത് എന്നൊന്നും നമുക്കറിയത്തില്ല. ഇതിന് മുമ്പ് ഒരു വാളനെ അടിച്ചിട്ട് ഊരിപ്പോയായിരുന്നു. ഇന്ന് തന്നെ വാളനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത് വന്നാൽ അറിയാം ലോക്ക് കയറിയിട്ടുണ്ടോ ഇല്ലയോ. നോക്കാം. ഫ്രാഗ് വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ ഒച്ച. ലോക്ക് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ലോക്ക് കയറിയിട്ടുണ്ട്, കുഴപ്പമില്ല. അതെ നമ്മൾ കയറ്റും. ലോക്ക് കയറിയില്ലേ? കയറിയിട്ടുണ്ട്. പോവല ഇനി എന്നാ കഴിച്ചാലും അവൻ പോവുക. വളരാനെ ഇങ്ങനെ പെട്ടെന്ന് കടിച്ചിട്ടൊന്നും കാര്യമില്ല. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അത്ര അകലത്തിൽ ലോങ്ങിൽ നിന്ന് അടിച്ചുകൊണ്ടേ. അത് സിംഗിൾ റബ്ബറാണ് നമ്മൾ ഉപയോഗിച്ചത്. അതായത് നമ്മളവനെ കരക്കി കയറ്റിയിട്ടുണ്ട്. ഞാൻ ബ്രൈഡൊന്ന് ചുറ്റി കയറ്റിക്കോളെ വിശദമായിട്ട് കാണിക്കാം കേട്ടോ. കണ്ടോ മുതൽ? ഇല്ല, തെറ്റ് പറയാനില്ല. വലിയ വലിപ്പമൊന്നുമില്ല, അല്ല അത്യാവശ്യം കൊള്ളിക്കാം. അടിയുണ്ട്, അപ്പുറം പോയി ലാസ്റ്റ്. അത്രയും ലോങ്ങിൽ നിന്ന് അടിച്ചെങ്കിലേ. ഓക്കെ. വാഴയുടെ ദശയ്ക്ക് പിന്നെ കട്ടി കുറവായതുകൊണ്ട് അമ്പ് ചെയ്യുന്നതുകൊണ്ട് അന്നേരം കയറിപ്പോവും. പക്ഷേ വാഴക്കെട്ടൊക്കെ അടിക്കുന്നെങ്കിൽ ആ അമ്പ് കയറുകയില്ല, കിട്ടുകയില്ല മീന്. നല്ല ഡബിൾ ടവറൊക്കെ ആയിരിക്കണം. ഉണ്ടോ അടി കൊണ്ട് അമ്പ് അപ്പുറത്ത് കയറി. അങ്ങനെ ഫസ്റ്റ് ഷൂട്ട്, മീൻ കിട്ടിയ ഫസ്റ്റ് ഷൂട്ട്. ആദ്യത്തെ അടിച്ചതിനെ കിട്ടിയില്ല മീനെ, പറഞ്ഞു പോയാൽ. വന്ന് ഫസ്റ്റ് ഷൂട്ടാണ്. കൊനെ എടുത്ത് ബാഗിനകത്ത് ഇടാം. ഒരു 1.5 കിലോ ഒക്കെ റേഞ്ച് വരുമായിരിക്കും. അല്ല പല്ല്, പല്ലുമൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുക കലിച്ച്. നമുക്കത് അടുത്ത ഒരു ഷൂട്ടിലോട്ട് അങ്ങ് പോകാം. ഇതും ഒരു വാള ഷൂട്ട് തന്നെയാണ്. വാള നല്ല അടുത്താണ് നിൽക്കുന്നത്, ഷൂട്ടില്ല, വെള്ളത്തിനടിയിലാണെന്നുള്ളൂ, ഡീപ്പില്ല. നമ്മളവനെ ഇങ്ങനെ പൊങ്ങുമെന്ന് നോക്കി നിൽക്കുക. ഇച്ചിരി സൗകര്യം ഉണ്ടല്ലോ അടിക്കാൻ.
പക്ഷേ അവൻ അടിയിൽ കൂടെ തന്നെ നമ്മളെ പറ്റിച്ച് പോകാനുള്ള ഒരു പ്ലാനാണെന്ന് തോന്നുന്നു. അങ്ങോട്ടങ്ങോട്ട് നടുക്കോട്ട് മാറാനുള്ളൊരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നല്ല താഴ്ചയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് വേറെ അടിക്കാം കൊടുത്തു. അടികൊണ്ട് കുളഞ്ഞു പോയി. വാളനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിനൊരു കലക്കലുണ്ട്, ഒരു ഊറക്കലക്കൽ. ട്രാഗ് വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? അത്ര ഉള്ളേര് അവിടെ നിന്ന് അടിച്ചിട്ട് അവൻ ഇവിടം വരെ വന്ന് കറങ്ങി. പൊങ്ങുന്നില്ല, അടി കൂടെ ബലം പിടിച്ചാൽ നിൽക്കുക. അത് പിന്നെ ലോക്ക് കയറിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഞാൻ എടുക്കണം. അത്ര നല്ല പവർഫുൾ ഷോട്ടിൽ നിന്നുള്ള അടിയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ പൊങ്ങി വാടാ ഇങ്ങോട്ട് കളിക്കുക. കണ്ടോ വരുന്നുണ്ടോ? മറിഞ്ഞ് വരുന്നുണ്ട്. അടുത്ത് വരുമ്പോഴാണ് അവന്മാരുടെ പ്രകടനം മുഴുവൻ. മുമ്പ് കിട്ടിയ ആ സെയിം സാധനം തന്നെയാണ്. ഫസ്റ്റായിട്ട് ലോക്ക് കയറിയിട്ടുണ്ട്, അത് പേടിക്കണ്ട. അവനെ നമ്മൾ കരക്കി കയറ്റി. എന്നെ കാണിക്കാം കേട്ടോ. ഇപ്പം മുതൽ പേനൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട്. വായിക്കാത്ത ചെകിളക്കാത്ത മുമ്പത്തെ ആ സെയിം വലിപ്പം തന്നെ. അപ്പോൾ നമുക്കിന്ന് കിട്ടിയ മീനെയൊക്കെ ഒന്ന് കാണണ്ടേ. ഒരു ഉറവാപ്പറിനെ കിട്ടി, അതിൻ്റെ ഷൂട്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് കിട്ടിയ മീനായി കാണുന്നത്. സൂപ്പറല്ലേ, അടിപൊളി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ഇടുക. അയ്യോ, ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടിപൊളി.